ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് ദൈവ കരുണയുമായി ബന്ധപ്പെട്ട വിചിന്തനം തുടരുകയാണ്. ഈ ആഴ്ച മുഴുവൻ നമ്മൾ ദൈവകരുണയെക്കുറിച്ച് ധ്യാനിക്കും. ദൈവകരുണയെക്കുറിച്ച് ധ്യാനിച്ച് നമ്മൾ നൊവേനയിൽ പങ്കെടുത്താൽ നമുക്ക് ദണ്ഡവിമോചനം പോലും ലഭിക്കാമെന്നുള്ളത് സഭ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവകരുണയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഓടി വരുന്ന രണ്ട് വിശുദ്ധരുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീന, വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ. ഈ രണ്ട് വിശുദ്ധരുടെയും മാധ്യസ്ഥം ഈ ദിവസങ്ങളിൽ നാം തേടി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന അടുത്ത ഞായറാഴ്ച ദൈവകരുണയുടെ ഞായറാഴ്ചയായിട്ട് പ്രഖ്യാപിക്കുകയും അത് ലോകമാസകലം ആഘോഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ആഴ്ച മുഴുവൻ നമ്മൾ നൊവേനയിൽ പങ്കുചേർന്ന് ദൈവകരുണയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ ഒരു ചാക്രിയ ലേഖനം ഇതുമായി ബന്ധപ്പെട്ടതാണ്. ദിവസ് ഇൻ മിസെരിക്കോദിയ. അതിൻ്റെ അർത്ഥം ദൈവം കരുണയാൽ സമ്പന്നം. ഗാഡ് ഈസ് റിച്ച് ഇൻ മേഴ്സി. കരുണയാൽ സമ്പന്നം, അതാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തെ ധ്യാനിച്ച് അതുപോലെ തന്നെ ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം നമ്മൾ തേടുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണയുടെ ആ നീർച്ചാല് ഒഴുകി വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഇതുമായി ബന്ധപ്പെടുത്തി ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം, ലോകത്തിനിന്ന് മറ്റെന്തിനേക്കാൾ ആവശ്യമായത് ദൈവകരുണയാണ്. ഇത് പഠിപ്പിച്ചതാരാ? വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ. നമുക്ക് പല ആവശ്യങ്ങളുണ്ട്, എന്നാൽ അതിനേക്കാളെല്ലാം ആവശ്യമായ ഒന്ന് ദൈവത്തിൻ്റെ കരുണയാണ് എന്നുള്ളത് ഈ വിശുദ്ധൻ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ, അത്യന്താപേക്ഷിതമായ ചില കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചൊക്കെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 29, 27 വചനം. അവിടെ പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങളുണ്ട്. ജലം, ആഹാരം, വസ്ത്രം, പാർപ്പിടം. ബേസിക് നീഡ്സ്, മനുഷ്യന് പ്രാഥമിക ആവശ്യങ്ങൾ എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തിരിക്കുന്ന 4 കാര്യങ്ങളാണ്. 1 തീമോത്തി 6 6 മുതൽ വായിക്കുമ്പോൾ അവിടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയ നേട്ടമാണ്. നാം ഈ ലോകത്തിലേക്കൊന്നും കൊണ്ടുവന്നിട്ടുമില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും പോകുന്നില്ല. അതുകൊണ്ട് അത്യാവശ്യം ജീവിക്കാനുള്ളതുണ്ടെങ്കിൽ അതിൽ സംതൃപ്തരായി ജീവിക്കാമെന്ന് പൗലോസ്ലീഹ അവിടെ നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. അദ്ദേഹം തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമാണ് സഭാപ്രസംഗൻ 5 അധ്യായം 12 വചനം. അമിത സമ്പാദ്യം ധനികന്റെ ഉറക്കം കെടുത്തു. അധിക സമ്പാദ്യം. അതുപോലെ തന്നെ പ്രഭാഷകൻ 31 മുതൽ വായിക്കുമ്പോൾ അമിതാഹാരം, അമിത സമ്പാദ്യം, ഇതെല്ലാം മൂലം നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന കാര്യങ്ങൾ, രോഗം വരാം, അകാല മരണം വരാം, ഇനി നമുക്ക് ഉദരവേദനയും മറ്റ് പലവിധ പ്രശ്നങ്ങൾ അതുമൂലം വരാം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 24, 33, 34 വചനങ്ങൾ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അമിത ഉറക്കം അത് ദുർഭിക്ഷത്തിന് കാരണമാകും. അത് നമ്മെ നാശത്തിലേക്ക് തള്ളിവിടും. അത് സമ്പത്താണേലും ഉറക്കമാണേലും ആഹാരമാണേലും അമിതമായാൽ അത് നമുക്ക് പ്രശ്നമാകാം എന്നുള്ളത് ഈ വചനഭാഗങ്ങളെല്ലാം നമുക്ക് നിർദ്ദേശം തരികയാണ്, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് തരികയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്ക് പഠിക്കാം. മാത്രമല്ല, നമുക്ക് ഈ ലോക ജീവിതത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് മരണാനന്തര ജീവിതം. ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഈ ലോക ജീവിതത്തിൽ നമുക്ക് ഉള്ളതുകൊണ്ട് സംതൃപ്തരാകാൻ പറ്റും. പിന്നെ സഹനങ്ങളും ക്ലേശങ്ങളും നഷ്ടങ്ങളൊക്കെ വരുമ്പോൾ പോലും പ്രത്യാശ നഷ്ടപ്പെടാതെ നമുക്ക് ആ സ്വർഗീയോന്മുഖ ജീവിതം നയിക്കാൻ അത് സഹായിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. അവസാനമായിട്ട് നമ്മൾ കാണുന്നത് ദണ്ഡവിമോചനം. നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവകരുണയെക്കുറിച്ച് ധ്യാനിച്ച് ദൈവകരുണയുടെ ആ പ്രാർത്ഥനയിൽ, കരുണയുടെ ജപമാലയിലൊക്കെ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദണ്ഡവിമോചനം കിട്ടാം. അതിനാവശ്യമായിട്ടുള്ള ഒരു 5 നിർദ്ദേശങ്ങൾ സഭ നമുക്ക് നൽകിയിട്ടുണ്ട്. വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ദൈവകരുണയുടെ പ്രാർത്ഥനയിൽ പങ്കുചേരുക. ദിവസങ്ങളിലെല്ലാം കരുണയുടെ ജപമാല എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കാവോ അത്രമാത്രം പ്രാവശ്യം നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകുക. രണ്ടാമത്തെ കാര്യം, മാരകപാപം, ലഘുപാപം രണ്ടും ഒഴിവാക്കുക. മാരകപാപമോ ലഘുപാപമോ ചെയ്യാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യമാണ് നല്ല കുമ്പസാരം നടത്തുക. നാലാമത്തെ കാര്യം, ദിവ്യകാരുണ്യം യോഗ്യതയോടെ സ്വീകരിക്കുക. അഞ്ചാമത്തെ കാര്യം, പരിശുദ്ധ പിതാവിൻ്റെ ആ പ്രത്യേക നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ 5 കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് ദണ്ഡവിമോചനം ലഭിക്കാൻ അത് ഉപകരിക്കും എന്നുള്ളത് സഭ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആ ഒരു ബോധ്യത്തോടെ നമുക്കിന്ന്
പ്രത്യേക നിയോഗം, 2-ാം ദിവസത്തിൻ്റെ നിയോഗം വിശുദ്ധീകരണം സന്യസ്തർക്കും പുരോഹിതർക്കും ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് എല്ലാ പുരോഹിതരെയും എല്ലാ സന്യസ്തരെയും വിശുദ്ധീകരണത്തിനായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റെന്തിനേയും കാൾ ലോകത്തിന് ഇന്നാവശ്യം ദൈവകരുണയാണെന്ന് വിശുദ്ധ ഫൗസ്റ്റീനായിക്ക് വെളിപ്പെടുത്തി യേശുവേ, ഞങ്ങളെയും ലോകം മുഴുവനെയും നിന്റെ കരുണയാൽ നിറയ്ക്കണമേ. നിന്നിൽ നിന്ന് കരുണ സ്വീകരിക്കാനും മറ്റുള്ളവരോട് കരുണ കാണിക്കാനും ഈ നൊവേനയിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നിൻ്റെ നിയോഗങ്ങളോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും അങ്ങയെ ഫലമേൽപ്പിക്കുന്നു. കാരുണ്യപൂർവം അവ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. വിശുദ്ധ ഫൗസ്റ്റീനായെ, വിശുദ്ധ ജോൺ പോൾ പാപ്പായെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഇന്നിൻ്റെ പ്രത്യേക നിയോഗവും നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം അവിടുന്ന് ഏറ്റെടുക്കണമേ. ലോകം മുഴുവന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനാ നിയോഗത്തെയും അവിടുന്ന് പരിഗണിക്കണമേ. ദൈവമേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.